ഇതിപ്പോൾ നോർമൽ ബുക്കാണ് കേട്ടോ, A4 അല്ല. A4നേക്കാൾ കുറച്ച് വീതി കൂടുതലുണ്ടാകും. അപ്പോൾ ഈ ബുക്ക് നമ്മൾ ഇങ്ങനെ മുറിച്ചിട്ട് ഈ ലെവലിലെടുക്കണം. ഓക്കെ, നമുക്ക് ഏകദേശം ഇത്ര ഒരു കവർ ചെയ്യാൻ പറ്റുന്ന, ഈ സൈഡ് ഇങ്ങനെ കവർ ചെയ്യാൻ പറ്റുന്ന ഒരു വീതിക്ക് ഇവിടെ ഇങ്ങനെ എടുക്കണം. ഇത് നേരെ സ്ട്രൈറ്റ് കട്ട് ചെയ്യാം. സ്കെയിൽ വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് കിട്ടും. അതല്ല സ്കെയിൽ വേണ്ടെങ്കിൽ നോർമലായിട്ട് കട്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഉള്ളിലേക്ക് കുറച്ച് ഫോൾഡ് ചെയ്യാനുള്ള മാത്രം സ്പേസ് എടുത്തിട്ട് ഈ സൈഡ് കട്ട് ചെയ്തോളൂ. ഓക്കെ, എന്നിട്ട് ഇനിയാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇതൊന്ന് എടുത്ത് കഴിഞ്ഞിട്ട് ബബിൾ വരാതെ നമ്മളത് ചെയ്യണം. ഇതിൻ്റെ ഒരു എൻഡ് എടുത്തിട്ട് എൻ്റെ മാത്രം അങ്ങനെ പൊന്തിച്ചെടുത്തിട്ട് കുറച്ച് പുറത്തേക്കാക്കി വെച്ചിട്ട് ഇവിടെ വെച്ച് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യുക. എന്നിട്ട് ഒന്നല്ലെങ്കിൽ നമ്മൾ ഈ വൈറ്റ് ബോർഡ് എറൈസർ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ ഇത് വെച്ചിട്ട് ഇതിവിടെ ഇങ്ങനെ ഒരതിനനുസരിച്ചിട്ട് ഇവിടെ ഇതിങ്ങനെ ബാക്കിൽ ഈ ഷീറ്റ് ഉണ്ടല്ലോ അതിങ്ങനെ ബാക്കിൽ വലിക്കണം. ഇങ്ങനെ വലിക്കുക, അതിനനുസരിച്ചിട്ട് ബാക്കിലെ ഷീറ്റ് ഇങ്ങനെ വലിക്കുന്നതനുസരിച്ചിട്ട് ഇവിടെ ഇങ്ങനെ എറൈസ് ചെയ്യാം. എന്നിട്ട് ഇതിങ്ങനെ മറച്ച് വെച്ച് ഈ ഭാഗം ആദ്യം കട്ട് ചെയ്ത് ലെവലാക്കണം. അതല്ലെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ പേപ്പറുമൊക്കെ ഇത് ഒട്ടിപ്പിടിച്ചിട്ട് ബുക്ക് കീറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതും ഇങ്ങനെ സൈഡ് കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഉള്ളിലേക്ക് സിമ്പിളായിട്ട് തന്നെ മടക്കി വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വിരലിട്ട് ഇങ്ങനെ ഒരുതി കൊടുത്താൽ സിമ്പിളാണ്. പിന്നെ ഈ സൈഡും അതുപോലെ തന്നെ ഇങ്ങനെ വലിച്ചു വെച്ചിട്ട് ഈ അടിയത്തെ ഷീറ്റ് ഇങ്ങനെ വലിക്കുന്നതനുസരിച്ചിട്ട് ഇതിങ്ങനെ ഒട്ടി കൊടുക്കും. കളയുക. ഇവിടെ ഒരുപാട് എക്സ്ട്രാ വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാം. സ്കെയിൽ വെച്ചിട്ട് കറക്റ്റായിട്ട് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഫിനിഷിംഗ് ഉണ്ടാവും. നമ്മൾ ഉപയോഗിക്കുന്നില്ല, അതിനുള്ള ടൈം ഉണ്ടാവില്ല. ജസ്റ്റ് ഉള്ളിലേക്കൊന്ന് മടക്കി വയ്ക്കാം. റോളാണെങ്കിൽ നമ്മൾ മെയിനായിട്ട് പേപ്പറിൻ്റെ അളവ് എടുക്കേണ്ടത് ഞാൻ പറഞ്ഞില്ല, A4 ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചാൽ മതി. A4 കറക്റ്റ് A4 ബുക്ക് അല്ലെങ്കിൽ A4നേക്കാളും ചെറുതാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബുക്ക് കവർ ചെയ്യാനുള്ളത് കിട്ടും. അതിൽ A4നേക്കാളും കുറച്ച് വലുതാണ്. A4 ആണെങ്കിലും ഇങ്ങനെ മറിച്ച് വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബുക്ക് കവർ ചെയ്യാനുള്ള ഇത് കിട്ടും. ഓക്കെ.